ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന്. ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോകാൻ പോകണം. അപ്പോൾ ഞാൻ റെഡിയാവാണ്. എൻ്റെ ചുണ്ട് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നല്ല പിഗ്മെൻറ്റേഷനും പിന്നെ ഡ്രൈയും ആവുന്നുണ്ട്. അപ്പോൾ വിഷ് കെയറിൻ്റെ ഒരു ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് ടിൻറ്റഡും ആണ്, പിന്നെ നല്ലൊരു ലിപ് ബാമുമാണ്. ആ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് നമ്മുടെ ചുണ്ട് കുറച്ചുകൂടെ ഡ്രൈ ആക്കാതെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ദാ റെഡിയായി നിൽക്കുകയാണ്. ഇനി അമ്മ കൂടെ റെഡിയായി വരണം. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച ദിവസമാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ കാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ് ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ. അപ്പോൾ അമ്മയാണ് ഈവനിങ് ഉള്ള ബീഫ് കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വന്നിട്ട് ബീഫ് കറിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. എല്ലാ വർഷവും ബർത്ത്ഡേ സെലിബ്രേഷൻ ഈവനിങ് ആണ്, പക്ഷെ ഞങ്ങൾ എപ്പോഴും ലേറ്റ് ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും 7 മണി. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയൊക്കെ ആയത് കാരണം അച്ഛൻ പണിക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു 6 മണിക്ക് മുന്നേ എങ്കിലും ചെല്ലണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങളിത് അമ്പലത്തിലെത്തി. നമ്മളിവിടെ അടുത്തുള്ള വാരനാട് അമ്പലത്തിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല. സാധാരണ വെള്ളിയാഴ്ചയാണ് ഇവിടെ കൂടുതലും തിരക്കുണ്ടാവുക. അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് വീട്ടിലെത്തി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ മിച്ചർ എടുത്ത് കഴിച്ചു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ആ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. കാച്ചുവിനാണെങ്കിൽ ഓൾറെഡി ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഓർഡർ ചെയ്ത സാധനം ഇന്നേ വരുള്ളൂ. അപ്പോൾ അങ്കുന് എന്തെങ്കിലും വാങ്ങാനായിട്ട് അവിടെ കുറേ തപ്പി നടന്നിട്ട് പിന്നെ ഒരു നൈറ്റ് ലാമ്പാണ് അവന് വാങ്ങിയത്. അപ്പോൾ ഇനി ഞാൻ പനീർ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ മത്തിക്കറിയൊക്കെയാണ്. എനിക്കാണെങ്കിൽ മത്തി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പനീർ ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാച്ചുവിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്നത്തെ ദിവസം തന്നെ വരുമോ എന്ന് ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ സാധനം കിട്ടി. ഇതിൽ 48 പീസ് മിനി കാർസാണ് വരുന്നത്. കാച്ചു ഒരു കാർ ലവർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വാങ്ങിയത്. അപ്പോൾ അതിന് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അമ്മ ഇവിടെ ബീഫൊക്കെ കഴുകുകയാണ്. ഞാനിവിടെ പനീർ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ബീഫൊക്കെ കഴുകി വെച്ചു. പക്ഷെ നമ്മളിനി ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. സവോള പൊളിക്കാനും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അച്ഛൻ എന്താ പുതിയ ചാമ്പങ്ങ ഉണ്ടായതൊക്കെ പറിച്ചു തന്നു. അപ്പം പിന്നെ ഞാനും അമ്മയും കൂടെ അതും കൂടെ കഴിച്ചു. അപ്പോൾ കുഞ്ഞാപ്പൻ ഇവിടെ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്കൊരു ചമ്പങ്ങ കൊടുത്തു. അങ്ങനെ എൻ്റെ പനീർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാധാരണ പനീർ മസാലയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തു. പിന്നെ തൈരുണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ അമ്മ എനിക്ക് കുറച്ച് സവോള ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ നേരത്തെ കഴിച്ചിട്ട് ആ പണിയിലേക്ക് പോയി. പിന്നെ അമ്മയും ഫുഡ് കഴിച്ചിട്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളാണ് സവോള പൊളിക്കുന്നെങ്കിലും ഇതാ ഇവിടെ കരയുന്നത് വേറൊരാളാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അരിയുന്ന പരിപാടിയൊക്കെ അച്ഛനും എടുത്തു. അച്ഛനാണ് ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചത്. ഇപ്പോൾ തന്നെ ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളാണെങ്കിൽ 6 മണിക്ക് മുന്നേ പോകണമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്, പക്ഷെ നടക്കുമോ എന്നറിയത്തില്ല. അതിനിടക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഗിഫ്റ്റ് ഹാമ്പർ ചെയ്യുമ്പോൾ ഒരുപാട് പേര് അതിൽ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പാണ്ട നൈറ്റ് ലാമ്പ്. കാണാൻ നല്ല ക്യൂട്ടാണ്, പിന്നെ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട്. ആക്ച്വലി ഈ ഒരു പാണ്ട നൈറ്റ് ലാമ്പ് കാച്ചുവിന് ഇഷ്ടമാണ്. അവൻ ഇടക്ക് വരുമ്പോൾ ഞാൻ ഹാമ്പറിൽ വെക്കാനായിട്ട് ഈ നൈറ്റ് ലാമ്പ് വെക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഈ ഒരു നൈറ്റ് ലാമ്പ് വേണം എന്നുള്ളത്. അത് ഇതുവരെ അവന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. അവർക്ക് സെപ്പറേറ്റ് എന്ത് വാങ്ങിയാലും രണ്ടുപേരും യൂസ് ചെയ്യും. പിന്നെ അങ്കുവിനും കാറൊക്കെ ഇഷ്ടമാണ്. കാച്ചുവിന് കാർ വാങ്ങിയത് കൊണ്ടാണ് അവനത് വാങ്ങാതെ ഇത് വാങ്ങിയത്. ഇതാവുമ്പോൾ രണ്ടുപേർക്കും 2 ഐറ്റം കിട്ടുമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ഇവിടെ ബീഫ് കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ബീഫ് കഴിക്കില്ലെങ്കിലും ഇത് കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ എല്ലാവരും റെഡിയായി. ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്നാണ് കേട്ടോ കേക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കേക്ക് വാങ്ങിക്കാനായിട്ടാണ് പോകുന്നത്. മാമൻ കേക്ക് എന്നെ ഏൽപ്പിച്ചപ്പോൾ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ ആയിരുന്നു കേക്ക് പറഞ്ഞത്. പക്ഷേ അവിടെ 2 ദിവസം മുന്നേ ബുക്ക് ചെയ്താൽ മാത്രമേ അവർ കേക്ക് ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. അത് കാരണം പിന്നെ നമ്മൾ തപ്പിപ്പിടിച്ചാണ് ഇവിടെ വേറൊരാളെ കണ്ടുപിടിച്ചത്. നമ്മൾ 6 മണിക്കെങ്കിലും എത്തണമെന്നും പറഞ്ഞ്
വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ പ്ലാനും പൊളിഞ്ഞു. നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചു. അങ്ങനെയാണ് പിന്നെ നമ്മൾ കേക്കൊക്കെ വാങ്ങി വന്നു കഴിഞ്ഞപ്പോൾ റെയിൽവേ ഗേറ്റും അടച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2 ട്രെയിനാണ് പോയത്. അപ്പോൾ അത്രയും നേരം അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മൾ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കാച്ചുവിന് ഇതാ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് അങ്കുവിൻ്റെയും മാമൻ്റെയൊക്കെ വക ഗിഫ്റ്റാണ്. നമ്മളുടെ ഗിഫ്റ്റ് റാപ്പ് കൊണ്ട് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. വേറൊന്നും അല്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഒരു ഫ്രെയിമും പിന്നെ ചെറിയൊരു വാച്ച് ഹാമ്പറും ആയിരുന്നു. മാമി വന്നിട്ട് കാറൊക്കെ വെച്ച് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പോയി. അപ്പോൾ കാച്ചു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇതായി കിടക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഇവിടെ എല്ലാവരും അവിടെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ റൂമിൽ വന്നിരിക്കുകയായിരുന്നു. പിന്നെ കാറിൻ്റെ കൂടെ തന്നെ ഒരു റോഡിൻ്റെ ഒരു മോഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കാറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കി. പിന്നെ കാച്ചുവിൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. പൊറോട്ടയും ചപ്പാത്തി, ഇടിയപ്പവും ബീഫും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇടിയപ്പവും ചിക്കൻ കറിയാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് കള്ളനും പോലീസും കളിച്ചു. പിന്നെ എല്ലാവരും പോയി. അപ്പോൾ വീണ്ടും എന്താ കാച്ചുവിൻ്റെ ഡാൻസ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഉത്സവം ഉണ്ടെങ്കിലൊക്കെ കാച്ചുവിൻ്റെ ഡാൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളും ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്നല്ല കേട്ടോ, ഞങ്ങൾ പച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. പണ്ടെപ്പോഴോ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പച്ചാച്ചനെന്ന് വിളിച്ചു. പിന്നെ അത് എനിക്ക് ശീലമായി. എൻ്റെത് കേട്ട് കുഞ്ഞാപ്പന് ശീലമായി. അതുകൊണ്ട് പച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് അച്ഛൻ കാറൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പം മാമനാണെങ്കിൽ പറയുന്നുണ്ട് ഇന്നിവിടെ നിൽക്ക്, നാളെ പോവാന്ന്. അപ്പോൾ അച്ഛന് നാളെ രാവിലെ എവിടെയോ പോകേണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം തന്നെ പോകാമെന്ന് വെച്ചത്. പക്ഷേ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും പ്ലാൻ മാറി. എന്നാൽ പിന്നെ ഇന്ന് നിന്നിട്ട് നാളെ പോകാമെന്നും പറഞ്ഞ് ദാ വീണ്ടും അകത്തേക്ക് കയറി. അപ്പോൾ കാച്ചുവാണെങ്കിൽ ബാക്കി കേക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പം തന്നെ 12 മണിയായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.